നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇതൊരു സൂപ്പ് മേക്കർ ആണ്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൂപ്പ് മേക്കർ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂപ്പ് മാത്രമല്ല വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ ജാം. ജാമൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് പാക്കഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കുറെ കളർ ഒക്കെ ചേർത്തതായിരിക്കും. എന്നാൽ നമുക്ക് ഒരു പ്രിസർവേറ്റീവും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ജാമും ഈ ഒരു സൂപ്പ് മേക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ബൈ ചെയ്തിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. അപ്പം കുറെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടും തോന്നി. അപ്പം നിങ്ങളും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് ഈ പ്രൊഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം കൂടുതൽ സംസാരിക്കാൻ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഗാരോ എലൈറ്റ് സൂപ്പ് മേക്കർ 900 വാട്ട്സിന്റെ ഒരു കോമ്പാക്ട് സൂപ്പ് മേക്കർ ആണ്. ഇതിന്റെ ലിഡിലാണ് കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുള്ളത്. കുറെ അധികം ബട്ടൺസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. 6 പ്രീസെറ്റ് കുക്കിംഗ് മോഡ്സും ഇതിൽ ലഭിക്കുന്നുണ്ട്. ജാം മോഡ് ഉണ്ട്, ബ്ലെൻഡ് മോഡ് ഉണ്ട്, സൂപ്പ് റീഹീറ്റ് ചെയ്യാനുള്ള ബട്ടൺ നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറെ അധികം പ്രീസെറ്റുകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ജാം മോഡിൽ ഹീറ്റ് ഉണ്ടായിരിക്കത്തില്ല, അതേപോലെ തന്നെ ബ്ലെൻഡ് മോഡിലും ഹീറ്റ് ഉണ്ടായിരിക്കത്തില്ല. ഇനി ഇതിലൊരു മോഡ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ഈ മോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു മോഡിൽ നിന്ന് മറ്റൊരു മോഡിലേക്ക് നമുക്ക് മോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് മൂവ് ആകാനായിട്ട് സാധിക്കുക. ഓരോ മോഡിലും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. മോഡ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പ് മേക്കർ സ്റ്റാർട്ട് ആകും. സൂപ്പ് മേക്കറിന്റെ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മിനിമം കപ്പാസിറ്റി 800 ml മാക്സിമം 1000 ml ആണ്. ലിഡിൽ നമുക്കൊരു പവർ പ്ലഗ് കാണാനായിട്ട് സാധിക്കും. ഈ പവർ പ്ലഗിന്റെ സോക്കറ്റ് ഇതിന്റെ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. ഈ ലിഡിൽ ഒരു ചെറിയ ബ്ലേഡും നൽകിയിട്ടുണ്ട്. ലിഡിന് സാമാന്യം നല്ല വെയിറ്റ് ഉണ്ട്, കാരണം ഈ ലിഡിലാണ് ഇതിന്റെ മോട്ടറും മറ്റ് സെറ്റപ്പുകളും ഒക്കെ നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം ഒരു ഡിറ്റാച്ചബിൾ പവർ കേബിൾ ആണ് ലഭിക്കുന്നത്. പവർ കേബിൾ നമ്മൾ സൂപ്പ് മേക്കറിന്റെ ബേസിലാണ് കണക്ട് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കി നോക്കാം. ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സൂപ്പ് മേക്കറിലേക്ക് ഇടുക. അതിനുശേഷം ഒരു ചെറിയ ബീട്രൂട്ട് എടുത്ത് അതും അരിഞ്ഞ് സൂപ്പ് മേക്കറിൽ ഇടുക. ഒപ്പം ചെറിയ സൈസിലുള്ള ഒരു ഒനിയനും കട്ട് ചെയ്തിടുക. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക. കുരുമുളകും കുറച്ച് ആഡ് ചെയ്യുക. കുറച്ച് മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒലിവ് ഓയിലൂടെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകിൽ മിനിമം ലെവൽ അല്ലെങ്കിൽ മാക്സിമം ലെവലിൽ വെള്ളം ഒഴിക്കുക. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. അതിനുശേഷം ലിഡ് അടച്ച് ഞാൻ ഇവിടെ സ്മൂത്ത് മോഡ് സെലക്ട് ചെയ്യുകയാണ്, കാരണം എനിക്ക് സ്മൂത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് വേണ്ടത്. അപ്പൊ ഞാൻ സ്മൂത്ത് മോഡ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ സൂപ്പ് റെഡി ആകും. സൂപ്പ് റെഡി ആയി കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അതിനോടൊപ്പം റെഡ് ലൈറ്റ് എല്ലാ മോഡിലേക്ക് മാറി മാറി ബ്ലിങ്ക് ചെയ്യുന്നതും കാണാൻ സാധിക്കും. ഇവിടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാനിത് കുടിച്ചു നോക്കി, എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മാംഗോ ജാം കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ കുറച്ച് മാംഗോ, ഒരു 3-4 മാംഗോ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് സൂപ്പ് മേക്കറിലേക്ക് ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്ത് ഇനി ജാം മോഡ് സെലക്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം ഇവിടെ 2 മിനിറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ 2 മിനിറ്റ്സിൽ ഇത് പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ ജാം ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിട്ടുള്ള ജാം റെഡി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതിൽ മാംഗോ ജാം മാത്രമല്ല, ആപ്പിൾ, പൈനാപ്പിൾ അങ്ങനെ എല്ലാ ജാമും ഈ ഒരു സൂപ്പ് മേക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ജ്യൂസ് വല്ലതും അടിക്കണമെന്നുണ്ടെങ്കിൽ അതും പറ്റും കേട്ടോ. ഞാനിവിടെ അനാർ ഇട്ടിട്ട് കുറച്ച് മിൽക്ക് ഒക്കെ ആഡ് ചെയ്ത് കുറെ ഷുഗറും ആഡ് ചെയ്ത് ഒരു ജ്യൂസ് അടിച്ച് നോക്കി. നല്ല സെറ്റപ്പ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അനാർ ജ്യൂസും കൂടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പ് മേക്കർ ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ്. മാക്സിമം ലെവലിൽ വെള്ളം നിറച്ച് ഒരു 2-3 തുള്ളി ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് പവർ ഓൺ ചെയ്ത് ബ്ലെൻഡ് മോഡ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡ് മോഡ് സെലക്ട് ചെയ്ത് പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിനുള്ളിലുള്ള അഴുക്ക് മൊത്തം ക്ലീൻ ആവും. അതിനുശേഷം വെളിയിലെടുത്ത് നമ്മൾ സാധാരണ കഴുകുന്ന രീതിയിൽ ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ ബേസിലും അതേപോലെ തന്നെ ലിഡിലുള്ള പ്ലഗിലും ഒന്നും വെള്ളം വീഴാൻ നോക്കണം. ആ ഭാഗങ്ങളൊക്കെ തുണി വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അല്ലാതെ ഒത്തിരി അഴുക്കുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ കമന്റുകളായിട്ട് അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില എത്രയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് വില അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഈ വാങ്ങിയ റേറ്റ് ആണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഈ പ്രസന്റ് ടൈമിലെ വിലയാണ് ഈ കാണുന്നത്. നിങ്ങൾ 6 മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ റേറ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ഇതിനേക്കാൾ കുറവോ കൂടുതലോ ഒക്കെ ആയിരിക്കും. അപ്പൊ പ്രൈസ് ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അക്കാര്യം നിങ്ങൾ മാനേജ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എടുത്തുള്ളൂ. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.